മിഠായിയല്ല. അതെ, ഇന്നൊരു നല്ലൊരു ഹാപ്പിയുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞാൻ കുറേ ആയിട്ട് സാധനം വാങ്ങണമെന്ന് വിചാരിക്കും. ഞാൻ മുന്നേ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിനി, അത് കേടായിപ്പോയി. അതിന് ശേഷം കുറച്ച് നല്ല എണ്ണ വാങ്ങാന്നിട്ട് ഞാൻ കാത്തു നിന്നതാണ്. ആ സാധനമൊക്കെ ഇന്ന് കിട്ടീനി. ഇന്നില്ലേ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അലൈമാളിലേക്കാണ് വന്നിട്ടുള്ളത്. പർച്ചേസിങ്ങിന് മാത്രമല്ല, വെറുതെ കുട്ടികളും കൂടി ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഇവിടെ എന്താണെന്നറിയില്ല, ക്യാമറ ഓണാക്കിയത് കണ്ട ഈ സെക്യൂരിറ്റി വന്നിട്ട് പറയും ക്യാമറ വീഡിയോ ഒന്നും എടുത്തൂടാന്ന്. അതുകൊണ്ട് സെക്യൂരിറ്റി കാണാണ്ട് എടുക്കുന്ന വീഡിയോ ആണിത്. നമ്മൾ പോയ ടൈം അത്ര ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിട്ട്, നമ്മൾ ഉച്ച ടൈമാന്ന് പോയിനി. ഈവനിങ്ങും നൈറ്റിലാവുമ്പോൾ ആൾക്കാർ നല്ലോണം ഉണ്ടാവില്ല. ഈ ഐസ്ക്രീം ഇല്ലേ, ഞാൻ ഒരിക്കൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിനി, അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിനി. ഐസ്ക്രീം വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, ഐസ്ക്രീം ഒടുക്കത്ത് പ്രൈസാണ്. ഈ ഡേയ്സോയിലെ ഓരോ സീസണും ഓരോ ഐറ്റംസാണ് വെക്കൽ. ഇപ്പോൾ ഇത് ക്രിസ്മസ് വരാനായില്ലേ, അതുകൊണ്ട് ഫുള്ള് ക്രിസ്മസിൻ്റെ രീതിയിലെ ഡെക്കറേഷനും കാര്യങ്ങളും ഇതൊക്കെയാണ്. ഇതിന് മുന്നേ വന്നേരം ഹാലോവിൻ ഡേ ഇല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള കുറേ മറ്റേ പേടിപ്പിക്കുന്ന പ്രേതത്തിൻ്റെയും എന്തൊക്കെയോ പംകിൻ ഇതൊക്കെയാണ് വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വരുമ്പോൾ ഇതെല്ലാം മാറ്റി. നമ്മൾ ഇപ്പോൾ ഇല്ലേ നേരെ പോകുന്നത് ക്യാരി ഫോറിലേക്കാണ്. അവിടെ കുറച്ച് സാധനം വാങ്ങാനുണ്ട്, അങ്ങനെ ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ മാളിൻ്റെ താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് വരുന്നത് ക്യാരി ഫോറും. അപ്പം നമ്മൾ നേരെ ക്യാരി ഫോറിലേക്കാണ് ഈ നടക്കുന്നത്. സെക്യൂരിറ്റി കാണോ എന്ന് പേടിച്ചിട്ട് കാണാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷെ കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ട്. കയറുന്നതിന് മുന്നേ വേഗം ട്രോളി എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ട്രോളിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും ഉണ്ടോയെന്നറിയില്ല, എന്നാലും ഇങ്ങനെ വന്ന്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ മോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നെ എടുക്കും അമ്മ, എന്നെ എടുക്കും. ഞാനില്ലേ ഈ പോർട്ടബിൾ ബ്ലെൻഡർ കുറേ ആയി വാങ്ങണം എന്നിട്ട് നിൽക്കുന്നു. ഇതിന് മുന്നേ ഞാൻ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിന്. അത് എനിക്ക് തോന്നുന്നു കൂടിപ്പോൾ ഞാൻ ആകെ ഒരു മാസമേ യൂസ് ആക്കിയിട്ടുള്ളൂ. അതും ഞാൻ ഇതിൻ്റെ മുമ്പിൽ തന്നെ ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിനി, യോഗട്ടൊക്കെ ബ്ലൂബെറിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്കത് അത്ര കൂടുതലായിട്ട് യൂസ് ആക്കാൻ പറ്റിയില്ല. പിന്നെ ഉണ്ട് ഇപ്പോൾ വന്നേരമുണ്ട് ഇവിടെ ഓഫറിൽ നല്ല സാധനം കാണുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, എടുത്ത്. ഇതിലിപ്പോൾ 2 കളറാണ് ഉണ്ടായിനി. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ബ്ലാക്ക് തോന്നി. അപ്പോൾ ഞാൻ അതും കൂടി എടുത്ത്. ഇത് അത്രയ്ക്കും യൂസ്ഫുള്ളായ സാധനമാണ്. നമുക്ക് ഒന്നും കറണ്ടും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് റീചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ജ്യൂസോ എന്തടിക്കുക. എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടം അത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതില്ലേ നല്ല വൈറ്റ് കളറും തന്നെ നല്ല ക്വാളിറ്റി ആണെന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറുതും എടുത്ത് ഒരു വലുതും എടുത്തിട്ടുണ്ടായിനി. പിന്നെ മസാഫിൻ്റെ ടിഷ്യൂവിന് ഓഫർ ഉണ്ടായിനി. അപ്പോൾ വിചാരിച്ച 2 ബോക്സ് തന്നെ എടുത്തു വെക്കാൻ എന്നിട്ട് അങ്ങനെ 2 ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കിറ്റ്കാറ്റിൻ്റെ ഒരു വെറൈറ്റി ബോക്സ് ആണ്. അപ്പം വിചാരിച്ചൊന്ന് വീഡിയോ എടുക്കാമെന്ന്. ഞാൻ ഇതുവരെ കണ്ടിട്ടാ ഇങ്ങനത്തെ ഒരു ബോക്സ്. ഉള്ളിൽ തുറന്നു നോക്കുമ്പം ഇതിൽ കിറ്റ്കാറ്റിൻ്റെ ചെറിയ ചെറിയ ഐറ്റംസാണ്. ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല. പിന്നെ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. ആകെ 5 ദിറംസേയില്ല കേട്ടോ. ഇതൊരു മിഠായിയാണ്. അതിൻ്റെ ഉള്ളിൽ കൈച്ചേനും മാല ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആ സാധനം മിഠായി ഇങ്ങനെ കുട്ടിയൊക്കെ ഒന്നും കൊടുക്കുന്നത് അത്ര നല്ലതല്ല. അത്രക്ക് മോശം മിഠായെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അത് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിനി. ഉച്ച ടൈം ആയതുകൊണ്ടോ അറിയില്ല, ആൾക്കാരെല്ലാം കുറവാണെന്നുണ്ടായി. ക്യാരി ഫോറിലൊന്നും അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതാ നമ്മളെ മറ്റേ സ്പൈസി ലെബനപ്പിനെല്ലാം നല്ല ഓഫർ ഉണ്ടായിനി. ഞാൻ പിന്നെ അത് വാങ്ങിയിട്ടില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറില്ലോ. എന്ത് പാക്കറ്റിൽ വന്നാൽ നമ്മുടെ നാട്ടിലത്തെ ആ ബോട്ടിലിൽ കിട്ടുന്ന ഒറിജിനൽ ലെബനപ്പിൻ്റെ ടേസ്റ്റ് കിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ നേരെ വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും സെക്ഷനിലേക്കാണ് പോയിന്. ഇവിടെ കാര്യമായിട്ട് ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് അങ്ങനെ വാങ്ങാനും ഉണ്ടായിട്ട സാധനം, അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ചിക്കൻ ലെഗ് പീസിന് ബ്രസ്റ്റ് പീസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിനി. ഫ്രഷ് ചിക്കൻ തന്നെയാണ് അത്. എനിക്ക് ഫുള്ളാന്ന് വേണ്ടിയത്, എന്നിട്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നേരെ ഫിഷിൻ്റെ സെക്ഷനിലാണ് പോയത്. നോക്കിയേ, ഫിഷിൽ നിരത്തി വെച്ചിട്ട് എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. രസവും ഉണ്ടായിനി, അതുപോലെ തന്നെ ഒടുക്കത്തെ സ്മെല്ലും ഉണ്ടായിനി.
ഈ ക്യാരി ഫോറിലെ ഈ ലീഫ് ഐറ്റംസിന് മാത്രമുണ്ട് ഇങ്ങനെ ഒരു പുക പോലെ പോകുന്നത്. ഇതെന്ത് സംഭവം? ഇതെനിക്ക് മനസ്സിലായിട്ട് എന്താണ്. വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും എപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഫ്രഷ് ചിക്കന് നല്ല ഓഫർ ഉണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു പീസ് എടുക്കാമെന്ന്. എന്നിട്ട് അങ്ങനെ ഒരു ഫ്രഷ് ചിക്കനും കൂടി എടുത്തിട്ടുണ്ടായിന്. പിന്നെ നേരെ അമ്മ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. ഇവിടെ കുറേ മറ്റേ തൊലിയൊക്കെ കളഞ്ഞിട്ടും അങ്ങനെയെല്ലാം ഫ്രൂട്ട്സ് ഉണ്ട്. പൈനാപ്പിളൊക്കെ നോക്കിയാൽ നല്ല ചെത്തി വൃത്തിയാക്കിയിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ ഇവിടുത്തെ പൈനാപ്പിളിന്. ഇത് ചൈനൻ്റെ പൈനാപ്പിൾ നോക്കി അനാറിൽ നോക്കിയാൽ ഒലിഞ്ഞിട്ട് തരുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ അനാറിങ്ങനെ ഒലിയൽ. പിന്നെ സ്ട്രോബെറിൻ്റെ സീസൺ തുടങ്ങിയെന്ന് തോന്നുന്നു. ചെറുതായി സ്ട്രോബെറിൻ്റെ റേറ്റ് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നല്ല റേറ്റ് ഉണ്ടായിന്. അങ്ങനെ ഒരു സ്ട്രോബെറി എടുത്തിട്ട് പിന്നെ ബ്ലൂബെറി വിട്ട് കളിയില്ല. ബ്ലൂബെറി എന്തായാലും വേണം. ഇപ്പം എല്ലാം ഇങ്ങനെ പറയുന്നത് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്താവും, ബ്ലൂബെറിക്ക് പകരം മുന്തിരി വാങ്ങേണ്ടി വരും. അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് ബ്ലൂബെറി. അത് എന്നോട് വാങ്ങിച്ചിട്ട് കൊണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ജ്യൂസ് ഉണ്ട്, അതാണ് ഞാൻ ഈ പരതുന്നത്. ഞാൻ എവിടെ പോയാലും ആ ജ്യൂസ് മാത്രമേ കുടിക്കും. അതെന്തപ്പോൾ കാണാത്ത ഇതാ ഈ പച്ച കളറിലെ ജ്യൂസില്ലേ, കിവി വിത്ത് ലൈം. ഇതാണ് കേട്ടോ, ഇത് അടിപൊളി ടേസ്റ്റാണ്. ഞാനില്ലേ ഈ വെറൈറ്റി എന്തെങ്കിലും തപ്പി നടക്കലാന്ന് എനിക്ക് പണി. അത് കണ്ടിട്ടില്ലേ ഇപ്പം മോളും ഇങ്ങനെ നോക്കിയെന്നറ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ എന്നിട്ട് അത് മുട്ടായി അല്ല, ഞാൻ ശരിക്കും നോക്കിയിട്ട് അതെന്ത് സംഭവമെന്ന്. ഫ്രിഡ്ജിലാണ് ഉണ്ടായത്. യോഗട്ടാണോ എന്ത് ഞങ്ങൾക്ക് അറിയില്ല. ഇത് പിന്നെ ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് ഫുള്ള് ക്രിസ്മസിൻ്റെ ഐറ്റംസൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോ സീസണിലും ഓരോ ഫെസ്റ്റിവലിനെല്ലാം ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടാണ്. നമ്മൾ ഓരോ ടൈമും വരുമ്പോൾ ഓരോരോ ഐറ്റംസാണ് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടായാൽ. അങ്ങനെ നമുക്ക് ഇന്നൊന്നും അധികമൊന്നും സാധനം വാങ്ങാനുണ്ടായിട്ട് പിന്നെ ഞാൻ വിചാരിച്ചൊരു സാധനം എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുകയും ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ബില്ലടിക്കാൻ കൗണ്ടറിലേക്ക് പോയി. അങ്ങനെ എല്ലാ സാധനമെല്ലാം വെച്ചുകൊടുത്ത്. നമുക്ക് ടൈം കുറച്ചേ ഉണ്ടായിരിക്കും, 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ പോയി വരണതിന്. അതുകൊണ്ടപ്പം വേഗം ബില്ലെല്ലാം അടിച്ചപ്പോൾ നേരെ മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. 2 വലിയ ടിഷ്യൂ എല്ലാം വാങ്ങിച്ചിട്ട് ടിഷ്യൂ ഇടാൻ വേണ്ടിയിട്ട് കവറില്ല, അവരെടുത്തുമില്ല. വലിയ കവർ ഏടുന്നും കിട്ടൂലല്ലോ. ഇത്ര വലിയ ഷോപ്പും സാധനമെല്ലാം വെച്ചിട്ടെന്താണ്ട് കവറിന് പൈസയും നമുക്ക് ആവശ്യത്തിന് കവറും ഇല്ല. എല്ലായിടത്തും എന്തപ്പാ ലുലുവൊന്നും കവറിന് എക്സ്ട്രാ പൈസ, നെസ്റ്റോന്നും കാരിഫോർണിയും ഇവരുടെ അടുത്ത് സാധനം വാങ്ങില്ലേ. പിന്നെ എന്തിനും ഇവർ എക്സ്ട്രാ പ്ലാസ്റ്റിക്കിന് പൈസ എടുക്കുന്നത്. പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് കയറിയിട്ടാണ്. അടുത്ത ലിഫ്റ്റ് എന്തോ വർക്ക് നടക്കുകയാണ്. ഒരു കൊല്ലാവാറായി ഏകദേശം, ഇതുവരെ ശരിയായിട്ടില്ല. ഈ സൈഡിൽ കണ്ട ഐസ്ക്രീം ഇങ്ങനെ കറങ്ങിപ്പോന്നെ. എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചതിൽ ഏറ്റവും ചെറിയ പൈസക്ക് ജ്യൂസ് കിട്ടുന്ന ഒരേ ഒരു സ്ഥലം ഇതവർ മറ്റേ അവരെ പരസ്യം പോലെ കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ ഒരു 5 റംസിന് വലിയ ലൈം ജ്യൂസ് ഉണ്ട്. വേറെ ഒന്നും അത്ര ചെറിയ പൈസക്ക് അത്ര വലിയ ജ്യൂസ് കിട്ടില്ല. അധികം അളപ്പം ഇവിടെ വന്നേതാ ഫസ്റ്റ് എല്ലാവരും അധികം വാങ്ങുന്ന സാധനമാണ് ആ ജ്യൂസ്. നല്ലോണം ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുള്ള ജ്യൂസാണ്. ഇപ്പം തണുപ്പായതുകൊണ്ട് പിന്നെ നമ്മൾ അത് വാങ്ങിയിട്ടാണ്. മേലെ അധികം നിന്നിട്ടാട്ടാ നമുക്ക് കുറച്ച് സാധനം വാങ്ങാണ്ടായിനി. അത് കഴിഞ്ഞ പാടന്നെ അമ്മ ഇറങ്ങി. പിന്നെ എന്താ ചെറിയൊരു ഫുഡും കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാ. മോക്കില്ലേ ഇവിടെ വന്നിട്ടില്ലേ ഏതെങ്കിലും ഒന്നിൽ കയറാണ്ടോക്കുള്ളൂ പോകാൻ വിടൂല. എന്തായാലും വാശി പിടിച്ച് കാര്യം. എന്നിട്ടിപ്പോൾ സെലക്ട് ചെയ്യാന്ന് ഇതിലോ കയറേണ്ട ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇഷ്ടമില്ല കിട്ടും, അല്ലെങ്കിൽ ഭയങ്കര തിരക്കാന്ന്. നമുക്ക് വിചാരിച്ച വണ്ടിയൊന്നും കിട്ടാറില്ല. ഇപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കുകയെന്ന് ഞാൻ എയിലാന്ന് കയറേണ്ടതെന്ന്. അങ്ങനെ ലാസ്റ്റ് ഫൈനലായിട്ട് ഒന്ന് തീരുമാനിച്ചു എനിക്ക് ഈ കാറ് മതിയെന്ന്. ഇതിന് 3 റൗണ്ടിന് 15 റംസാണ്. റൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് ഫുള്ള് കറങ്ങുന്നത്രയാണ്. ഏതായാലും 3 റൗണ്ടൊക്കെ അടിക്കുമ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. ഇതിലിപ്പം ആള് നല്ലോണം കുറവാണ്. രാത്രിയെല്ലാം ആകുമ്പം ഒരുപാട് ആൾക്കാരുണ്ടാവുന്നുണ്ട്.
ഇത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു എന്താ പറയുക റിലാക്സാണ്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു, ഓളി വണ്ടി ഓടിക്കുന്ന കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ആൾക്കാർ കുറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ ഇതിൽ പോകാൻ പറ്റും. അല്ലെങ്കിൽ നടക്കുമ്പോൾ ഇതിലെയും പിള്ളേർ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്ന പിള്ളേരുണ്ടാവില്ലേ. ഇപ്പം ഇത് ഓളെ കൂടെ ആളുണ്ട് ചെറുതായതുകൊണ്ട്. കുറച്ച് വലുതതിൻ്റെ കൂടെ ഒറ്റക്കാന്നൊരു പോലെ അപ്പോളിങ്ങനെ കുത്താനെല്ലാം വരും. ഇതാ ആ നേരെ നോക്കിയാൽ കാണുന്നുണ്ടോ, സൂമാക്കിയാൽ ഇതാ കുറച്ച് അത്യാവശ്യം റൗണ്ട് ഉണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട്. ഇതാ അതിലേ പോയിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഇതാ ഇതിലൂടെയാണ് വരല്. ആൾക്കാരെല്ലാം കുറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് ഇന്ന് പോകാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിലാട്ടം കയറ്റാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ റൂം എത്തുന്നവരെ കരച്ചിലും ഇതെല്ലാം ആയിരിക്കും. എന്നെ കളിപ്പിച്ചിട്ടാ, എന്നെ അവിടെ കൊണ്ടേറ്റാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് നമ്മളെ 3ാമത്തെ റൗണ്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ ടൈം ഇവിടെ കഴിഞ്ഞ് 3 റൗണ്ടും കഴിഞ്ഞിട്ട് ഓക്ക് ചെയ്യാനായിട്ട് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഇനിയും എനിക്കും കൂടി ഇരിക്കട്ടെ എന്നാ പറയുന്നത്. ഓളത് പോകാത്തോണ്ട് ഒന്തിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇല്ലൂ കേട്ടോ. ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യണ്ടാട്ടോ. എന്നാ ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.